ഒരു കണക്ക് റിപ്പോർട്ടും ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന വിധത്തിൽ തയ്യാറാകുന്നുണ്ട്. വാടകയുമായി ബന്ധപ്പെട്ടൊരു പൊതു പോളിസി തയ്യാറാക്കാൻ നേരത്തെ സർക്കാർ തന്നെ കളക്ടറെ ചുമതലപ്പെടുത്തുകയും ആ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അതുമായിട്ടുള്ള ഉത്തരവ് ഇന്നലെ സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള DM ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓർഡറിൽ വളരെ കൃത്യതയോടുകൂടി പ്രതിപാദിച്ചിട്ടുണ്ട്. ഓരോ കുടുംബങ്ങൾക്കും നൽകുന്ന പണത്തെ സംബന്ധിച്ച് 300 രൂപയുടെ ദിവസം തോറുമുള്ള സഹായ വാഗ്ദാനത്തെക്കുറിച്ചെല്ലാം അതിനകത്തുണ്ട്. അത് ഇന്നലെ പത്രമാധ്യമ സുഹൃത്തുക്കൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തതാണ് എന്നുള്ളത് കൊണ്ട് അക്കാര്യത്തിൽ മറ്റൊരു അഭിപ്രായം ഇനി വേണ്ടിവരും എന്ന് കരുതുകയും ചെയ്യുന്നില്ല. നമ്മുടെ 2 വിധത്തിലുള്ള പരിശോധന അടിയന്തരമായി നടത്തുന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണ നേരത്തെ ഉണ്ടായിരുന്നു. അത് പറയുകയും ചെയ്തു. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികളുടെ നേതൃത്വത്തിൽ NDMA-യുടെയും STMA-യുടെയും നേതൃത്വത്തിൽ ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് ടീം 19-ാം തീയതി ഈ മേഖല സന്ദർശിക്കുന്നുണ്ട്. പുനർനിർമ്മാണ ആവശ്യകത വിലയിരുത്തുക എന്നുള്ളതാണ് ആ ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അവർ 19-ാം തീയതി ഈ പ്രദേശങ്ങൾ സന്ദർശിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ആവശ്യമായ റിപ്പോർട്ട് തരും. വളരെ പ്രധാനപ്പെട്ട വളരെ ഭീകരമായിട്ടുള്ള ഈ ദുരന്തമുണ്ടായ പുഞ്ചിരിമറ്റം, മുണ്ടക്കൈ, ചൂരന്മല, അട്ടമല തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ ദുരന്ത സാധ്യതകൾ അവലോകനം ചെയ്യാൻ, അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ ഇനി ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കാനൊക്കെയായി ഒരു വിദഗ്ധ സംഘത്തെ അയക്കും എന്ന് നേരത്തെ സംസ്ഥാന സർക്കാർ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോഴുള്ള സെൻട്രൽ ടീം വന്ന് പോയതിനു ശേഷമായിരിക്കും ആ ടീം വരിക എന്ന് നിശ്ചയിച്ചു. ആ ടീമിലെ അംഗങ്ങളെ 5 പേരടങ്ങുന്ന ഒരു ടീമിനെയാണ് ഇപ്പോൾ നമ്മൾ STMA-യുടെ നേതൃത്വത്തിൽ സജസ്റ്റ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ളത്. സെസ്സിൻ്റെ റിട്ടയർഡ് സീനിയർ സയന്റിസ്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ശ്രീ ജോൺ മത്തായി, CWRDM-ന്റെ ഭാഗമായിട്ടുള്ള ഡോക്ടർ ദൃശ്യ, STMA-യുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ പ്രദീപ്, NIT സൂറത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള പ്രൊഫസർ ശ്രീവത്സ കുളത്തയാർ, ഇതിനു പുറമെ സോയിൽ മെക്കാനിക്സിൻ്റെ ഒരു പ്രതിനിധി കൂടി, അവരുടെ വിവരം ലഭ്യമായിട്ടില്ല. ഈ 5 പേരടങ്ങുന്ന ടീം പുഞ്ചിരിമറ്റം, മുണ്ടകൈ, ചൂരൽമല, അട്ടമല തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രത്യേകമായി പരിശോധന നടത്താം എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി അവസരം ഉപയോഗിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ന് വളരെ ശ്രദ്ധയോടെ എല്ലാ മാധ്യമങ്ങളും നല്ലതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. പ്രധാനമന്ത്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇവിടെ പ്രത്യേക ML-17-ന്റെ ചോപ്പറിൽ വന്നെത്തി. അദ്ദേഹം ആകാശമാർഗത്തിൽ വെച്ചുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറിയുടെ വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ടിംഗ് കേട്ടു. ഇവിടെ വന്ന് നേരത്തെ നിശ്ചയിച്ചതുപോലെ ഉള്ള സ്ഥലങ്ങൾ, ബെയിലിപ്പാലം, സ്കൂള്, തുടർന്ന് ഫോഴ്സുമായിട്ടുള്ള ആശയവിനിമയം, ക്യാമ്പിൽ വന്ന് ആളുകളെ കാണൽ, ഹോസ്പിറ്റലിലെത്തി ചില ആളുകളെ കാണൽ, ഇക്കാര്യങ്ങൾ അദ്ദേഹം നിർവഹിച്ചതിന് ശേഷം ഇവിടെ മന്ത്രിതല ഉപസമിതിയും ഇതിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാ സാന്നിധ്യത്തിൽ ചീഫ് സെക്രട്ടറിയുടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഇവിടെ നടക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ചില ആശയങ്ങൾ അദ്ദേഹത്തിനോട് പ്രകടിപ്പിക്കുകയുണ്ടായി. അതിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു പ്രത്യേക പാക്കേജ് തന്നെ കേരളത്തിന് ലഭ്യമാകണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും തൊഴിൽ ഇരിക്കുമ്പോൾ മരിച്ചവരുടെ കുടുംബത്തിന് തൊഴിൽ നൽകാനും വേണ്ടി പ്രത്യേകമായിട്ടുള്ള പരിപാടി ഉണ്ടാക്കണം എന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന, തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ കൊടുക്കാൻ, തൊഴിലിരിക്കുമ്പോൾ മരിച്ചവരുടെ കുടുംബത്തിന് തൊഴിൽ നൽകാൻ, ഓരോരുത്തർക്കും അനുയോജ്യമായ തൊഴിൽ വേണം എന്ന് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ അറിയിച്ചു. അത് തന്നെ ഒരു സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ കൂടി കൊണ്ടുവന്നുകൊണ്ട് നൈപുണ്യ പരിശീലനം ഉൾപ്പെടെ നടത്തിയ ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള സൗകര്യം ഉണ്ടാകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ദുരന്തബാധിതരുടെ മാനസികാശ്വാസം, അതുമായി ബന്ധപ്പെട്ട വിപുലമായിട്ടുള്ള പുനർനിർമ്മാണം എന്നിവയിൽ പ്രത്യേക സഹായം വേണം എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, അപ്രതീക്ഷിതമായിട്ടുള്ള ദുരന്തങ്ങൾ, അതിനെ സംബന്ധിച്ചൊരു സമഗ്രമായ പഠനത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായവും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ശാക്തീകരിക്കണം,
ദേശീയ തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായങ്ങൾ കൂടുതൽ കേരളത്തിന് ലഭ്യമാകണം. അത് സംബന്ധിച്ച് ദേശീയ കേന്ദ്രങ്ങളും കേരളത്തിൽ ഉള്ള ദേശീയ കേന്ദ്രത്തിന്റെ സെന്ററുകളും കുറെ കൂടി നന്നായി ശാക്തീകരിക്കാൻ വേണ്ടി കഴിയണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഒരു വിധത്തിലുള്ള വിവാദങ്ങളുമില്ലാതെ എല്ലാവരും ഒരു മനസ്സായി നടക്കപ്പെടുന്ന ഒരു ദുരന്ത നിവാരണ പ്രക്രിയയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഇടപെടൽ വേണം എന്ന അർത്ഥത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കുകയുണ്ടായി. ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ പിന്തുണയും അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും കേരളത്തിന്റെ റെപ്രസെന്റേഷൻ പ്രധാനമന്ത്രിക്ക് നൽകുകയുണ്ടായി.